വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ വന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. അതിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഈ പൂവ് ഇട്ട് കൊടുക്കണം. ഇനി അടച്ചു വെച്ചേക്കാം. തണുത്ത ശേഷം എടുക്കാം. ഇത് അടച്ചു വെച്ച് കൊടുക്കണം. ഈ വെള്ളം തണുക്കട്ടെ. ഈ ചൂടുവെള്ളം ഈ പൂവിൻ്റെ കളറ് മുഴുവൻ വെള്ളത്തിലോട്ടാകും. ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. തിളപ്പിച്ച വെള്ളത്തിൽ ശംഖുപുഷ്പം ഇട്ട വെള്ളം തണുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റാം. കറക്റ്റ് 2 ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ്സിലായിട്ട് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ നീരാണ്. 1/2 ടേബിൾ സ്പൂൺ വീതം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. രണ്ടിലും കുറച്ചുകൂടെ കളറായി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കണം. തേൻ 1-1.25 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് മിൻറ്റ് ഇട്ട് കൊടുക്കണം. മിൻറ്റിൻ്റെ 2 ഇല വീതം ഇട്ട് കൊടുക്കുകയാണ്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. അടുത്തത് ഐസ് ക്യൂബ്. അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.